ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അഖിലാണ്ടം മുഴുവനും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു വിഷയം ചിന്തിക്കുവാൻ ദൈവം അവസരം തരുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് ഒരു വിവാദ വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. വിവാദ വിഷയം ആണെങ്കിലും ദൈവം നമ്മളെ പഠിപ്പിച്ചാൽ അതൊരു വിവാദവുമല്ല. വിവാദമെന്ന് പറയുമ്പോൾ 2-3 അഭിപ്രായങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ വിശ്വാസം ഞാൻ പറയുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാം. കാരണം ഈ ദൈവത്തിൻ്റെ വചനം സമുദ്രം പോലെ കിടക്കുന്നു. അതിൻ്റെ ആഴം, നീളം, വീതിയൊന്നും ഇതുവരെ കണക്കാക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം അത് ഇതുവരെയും പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. അതിലൊന്നാണ് തൃത്വം എന്ന് പറയുന്നത്. തൃത്വം എന്ന് പറയുന്ന പദം ബൈബിളിൽ ഇല്ല. എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ആളുകൾ അതിനെ തൃത്വം എന്ന് പറയുന്നു. അതുപോലെ വിവാദമായ മറ്റൊരു വിഷയം, യേശു ദൈവമാണോ, ദൈവീദ് പുത്രനാണോ, ദാവീദ് പുത്രനാണോ, മനുഷ്യപുത്രനാണോ, പിന്നെ ഇനിയും പലതുമുണ്ട്. സ്നേഹിതനാണോ, അപ്പമാണോ, ഇങ്ങനെ അതെല്ലാം പേരും ബൈബിളിൽ പറയുന്നുണ്ട്. ഇനിയൊരു വിഷയമാണ് ദശാംശം പുതിയ നിയമ വിശ്വാസികൾക്ക് കൽപ്പനയാണോ, അതോ നമുക്ക് സൗകര്യം പോലെ കൊടുക്കാനും വാങ്ങാനും കഴിയുമോ? ആഭരണം ധരിക്കാമോ? അന്യഭാഷ ഭാഷണമുണ്ടോ? ഈ വിഷയങ്ങൾ വളരെയധികം സങ്കീർണങ്ങളുമാണ്. ചിലപ്പോൾ നമുക്കത് ദുർഗ്രാഹ്യവുമാണ്, എന്നാൽ ഗ്രാഹ്യവുമാണ്. നമുക്ക് മറഞ്ഞിരിക്കുന്നത് മറ്റു ചിലർക്ക് മറഞ്ഞാതെ ഇരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ തൃത്വം എന്നാൽ എന്ത്? ഇത് ഒരു സംഭവ കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരാശയം പറയാം. നമ്മുടെ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് കേൾക്കാത്തവരില്ല. പഞ്ചാബിലെ ആണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ഞാൻ അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ പോയിട്ടുണ്ട്. ഇന്നത് ജീർണാവസ്ഥയിലായിരിക്കുന്നു. ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു മഹത് വ്യക്തിയാണ് സുന്ദർ സിംഗ്. സുന്ദർ സിംഗിന് ഒരിക്കലൊരാഗ്രഹം ദൈവത്തോട് ഉണ്ടായി. ഈ തൃത്വം എന്നാൽ എന്താണ്? അദ്ദേഹം ചിന്തിച്ച്
ഒരന്തവുമില്ലാത്ത ഒരു ചിന്തയിലേക്ക് അവസാനം ചെന്നു. പിന്നെ അദ്ദേഹത്തിന് അന്തമില്ലാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തന്നെ പോയി ഒരു ഉപവാസം അദ്ദേഹം നിശ്ചയിച്ചു. ഒരു പുസ്തകത്തിൽ വായിച്ചതായ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പോയി ചില ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദർശനം കണ്ടു. സാധു സുന്ദർ സിംഗ് ഒരു കടൽക്കരയിൽ നിൽക്കുന്നു. ആ കടൽക്കരയിൽ ഒരു ആല് വൃക്ഷം നിൽക്കുന്നു. ആ ആല് വൃക്ഷത്തിൽ ഇലകളെ പറിച്ച് ഒരു മനുഷ്യൻ അതിനെ കോട്ടിയെടുത്തിട്ട് കടലിലെ വെള്ളം കോരി കരയിൽ ഒരു കുഴിയുണ്ടാക്കി ഒഴിക്കുകയാണ്. ഇദ്ദേഹം ഓരോ ആലിലയുടെ ഇലയിൽ നിന്നും ഇല വെള്ളവും കൊണ്ട് ഒഴിക്കുമ്പോൾ സുന്ദർ സിംഗ് നോക്കി നിൽക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണ് സഹോദര നിങ്ങൾ ഈ ചെയ്യുന്നത്? അപ്പോൾ ആ മനുഷ്യൻ, അതായത് കടലിലെ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം കോരി വറ്റിക്കാൻ പോവുകയാണ്. അപ്പോൾ മണലിൽ ഒരു കുഴി കുഴിച്ച് ഒരു രാവിലെ വെള്ളം വീതം കോരിക്കൊണ്ട് ഒഴിച്ച് അത് വറ്റിക്കാനുള്ള ശ്രമമാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ സുന്ദർ സിംഗ് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എത്ര ഭോഷനാണ്, തങ്ങളെ കൊണ്ടോ തങ്ങളുടെ തലമുറകളെ കൊണ്ടോ ഈ വെള്ളം കോരി വയ്ക്കാൻ കഴിയുമോ? അതും മണലിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് വീണ്ടും കടലിലേക്കല്ലേ പോകുന്നത് എന്നുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭോഷനാണ്, അതാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം സുന്ദർ സിംഗ് ഉണർന്നപ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തോട് ചോദിച്ചു പോലും, ഈ കടൽ വെള്ളം കോരി വറ്റിക്കുന്നവനേക്കാൾ ഭോഷനാണ് താങ്കൾ. ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന താങ്കൾ ഭോഷനാണ്. അപ്പോൾ വീണ്ടും ദൈവാത്മാവ് പറഞ്ഞു, ത്രിത്വം എന്ന് പറയുന്നത് ഒന്നാണ്. അത് വെള്ളവും ഐസും നീരാവിയും പോലുള്ള ബന്ധമാണ്. നീരാവി തണുക്കുമ്പോൾ വെള്ളമാകുന്നു, വെള്ളം ചൂടാകുമ്പോൾ ഐസാകുന്നു, ഐസ് ചൂടാകുമ്പോൾ നീരാവിയായി വെള്ളമായും ഒക്കെ മാറുന്നു. ഇത്രയേ ഉള്ളൂ ത്രിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രിത്വം എന്ന പദം എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില ജാതീയ പുരാണങ്ങളിലൊക്കെ 3 ദൈവങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, മഹേശ്വരൻ വിഷ്ണു വളർത്തുന്നു, ശിവൻ കൊല്ലുന്നു. ഇതാണ് ആ ത്രിത്വം എന്ന് പറയുന്നത്. അതുപോലെ അല്ലേ ഈ ത്രിത്വം നമ്മൾ പഠിപ്പിക്കുന്നത്? മുമ്പ് 1-ാം നൂറ്റാണ്ടിൽ ഈ ത്രിത്വവും ഒന്നുമില്ലായിരുന്നു. ദൈവത്തെ ആരാധിച്ചും യേശുവിനെ
ഭയപ്പെട്ടും മനുഷ്യൻ ജീവിച്ച ആ സമയത്ത് അവർക്ക് ഈ തൃത്വം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിതാവ് പുത്രൻ ആത്മാവ് തൃത്വമൊന്നും അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതായ കാര്യം. കാരണം വചനം ദൈവമാണ്. വചനത്തെയും ദൈവമായിട്ട് കൂട്ടിയാൽ അത് ചതുർത്ഥമായി മാറുന്നു. ഇപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് വചനം പറഞ്ഞാൽ അത് നാലും ഒന്ന് തന്നെയാണ്. വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. അപ്പോൾ ഇത്യാദി വചനങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ അസ്തിത്വത്തെ മൂന്നായിട്ട് തന്നെ പിരിക്കണം എന്നില്ല. അത് പലതായിട്ട് വെളിപ്പെട്ടിരിക്കുന്നു. വചനമായിട്ട് വെളിപ്പെടുന്നു, പിതാവായിട്ട് വെളിപ്പെടുന്നു, പുത്രനായി വെളിപ്പെടുന്നു, പരിശുദ്ധാത്മാവായി വെളിപ്പെടുന്നു. നമ്മുടെ തൃത്വം എന്ന് ആളുകൾ പറയുന്നത് 3 കാലഘട്ടങ്ങളിൽ ഞാൻ വിചാരിക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ ദൈവം പ്രവാചകന്മാർ മുഖാന്തിരം അരുളി ചെയ്ത വചനം, രണ്ടാമത് യേശുക്രിസ്തു ദേഹരൂപത്തിൽ ദൈവത്തെ കാണുന്നതിന് പകരം യേശുവിനെ കണ്ടാൽ മതിയെന്ന് യേശു പറഞ്ഞു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഫിലിപ്പോസേ, നീ വിഷമിക്കേണ്ട, എന്നെ കാണുമ്പോൾ തന്നെ നിനക്ക് പിതാവിനെ കാണുവാൻ, എന്നിലൂടെ കാണുവാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ അരൂപിയായി, രൂപമില്ലാതെ ദൈവം നമ്മുടെ അടുക്കൽ പ്രവർത്തിക്കുന്നു. ഇതിനേക്കാൾ എല്ലാറ്റിനും ഉപരിയായി വചനം എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയും ചെയ്യുന്നു. ആദിയിൽ വചനം. ഒരുപക്ഷെ ചിലപ്പോൾ ആളുകൾ പറയുന്നത് പോലെ ഓങ്കാരം, ഓം എന്നുള്ള സർവവും എന്നർത്ഥം വരുന്ന ഓം എന്നുള്ള ഓങ്കാരം ആദ്യം ഉണ്ടായിരുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. നമുക്ക് വെളിപ്പെട്ടത് ആദിയിൽ എന്നുള്ള ശബ്ദം. ആദിയിൽ ദൈവം, അതാണ് നമ്മുടേതായ വെളിപ്പാട് എന്ന് പറയുന്നത്. ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ദൈവം ഒരാശയം പറഞ്ഞു തന്നത്, സൂര്യൻ ആകാശത്ത് നമ്മൾ എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ ചൂടുണ്ട്, സൂര്യൻ്റെ വെളിച്ചമുണ്ട്. ഇത് മനുഷ്യൻ്റെ പ്രയോജനത്തിന് വേണ്ടി മൂന്നും ഒന്നായിരിക്കുമ്പോൾ തന്നെ മൂന്നും മൂന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് സൂര്യൻ്റെ ചൂടും വെളിച്ചവും കൊണ്ട് എല്ലാം സംഭവിക്കുന്നു. സസ്യങ്ങളെല്ലാം, പണ്ട് നമ്മൾ ചിന്തിച്ചത് സസ്യത്തിന് ഹരിത നിറം പകരുന്നത് സൂര്യപ്രകാശം കൊണ്ടാണ്. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലില്ലാതിരുന്നെങ്കിൽ ഇവിടെ ആഹാരത്തിനൊന്നും കഴിയില്ലായിരുന്നു, സസ്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടാകുകയില്ല. ഇന്ന് നമ്മൾ പറയുന്നത് സൂര്യൻ്റെ ചൂടില്ലെങ്കിൽ വൈദ്യുതി പോലും ഉണ്ടാകുകയില്ല എന്നാണ്. അപ്പം മൂന്നും മൂന്ന് ദൈവങ്ങളാണോ, മൂന്നും ഒന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പൂർണ്ണമായ വിശ്വാസം തൃത്വം എന്ന് പറയുന്ന പദമല്ല, ദൈവം ആദിയിൽ വചനമായിട്ടാണ് വെളിപ്പെട്ടത്, മനുഷ്യന് വെളിപ്പെട്ടത്.
പിന്നെ പുത്രനായിട്ട് വെളിപ്പെട്ടു. ഇപ്പോൾ ദൈവം ദൈവമായിട്ടിരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യന് കാണത്തക്കവണ്ണം പുത്രനായും വെളിപ്പെട്ടു. ഇന്ന് പരിശുദ്ധാത്മാവായി വെളിപ്പെടുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും ശക്തിയുമാണ് പെന്തക്കോസ്ത് നാൾ മുതൽ ഇങ്ങോട്ട് ഉള്ള കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത്. അരൂപിയായി സ്വരൂപിയായ പുത്രൻ, അരൂപിയായ പരിശുദ്ധാത്മാവ്, എല്ലാറ്റിനും മീതെ ദൈവം. യേശു എന്തിന് പ്രാർത്ഥിച്ചു എന്ന് ചോദിക്കുന്നവരുണ്ട്. യേശു ആരോടാണ് പിന്നെ പ്രാർത്ഥിച്ചത്? ദൈവം, 3 ദൈവങ്ങളില്ലെങ്കിൽ പിന്നെ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ അർത്ഥം, അതിൻ്റെ സംജ്ഞ എന്ന് പറയുന്നത് പിതാവായിട്ട് തന്നെ ഉണ്ട്. അത് പുത്രനായി വെളിപ്പെട്ടതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യരുടെ ഇടയിൽ വിളങ്ങി. ഹീനമായ വേഷം ധരിച്ചും കൊണ്ടാണ് യേശു ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഒരു പുൽത്തൊട്ടിയിൽ യേശു ജനിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു. ഹീനമായ അതിന് കാരണം ദരിദ്രന് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ്. അതെ, ഏറ്റവും ഹീനനും പൈസ ഒന്നുമില്ലാത്തവനും ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് കഴിയും എന്നതാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ഏറ്റവും ഹീനവേഷം ധരിച്ചത്. ക്രിസ്തു വെറും 3 വർഷം കാലം മാത്രമേ ഇവിടെ ജീവനോടിരുന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ. തൻ്റെ പ്രവൃത്തിയുടെ പദ്ധതി കഴിഞ്ഞപ്പോൾ താൻ പിതാവിൻ്റെ അടുക്കിലേക്ക് തന്നെ ചേർക്കപ്പെടുകയും ചെയ്തു. ഇത് നമുക്കറിയാം. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ യേശു മാത്രം. അതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത്. ഉലകമഹാന്മാരഖിലരും മരിച്ച് മണ്ണടിഞ്ഞു പോയപ്പോൾ ക്രിസ്തുവിൻ്റെ കല്ലറ ഇന്നും തുറക്കപ്പെട്ടിരിക്കുന്നു. ഇന്നും യേശു കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ വാഴുകയും ചെയ്യുന്നു. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. പറഞ്ഞു വരുന്നത്, തൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിക്കുവാൻ അത് പ്രയാസമുള്ളതാണെങ്കിലും ഒട്ടും പ്രയാസമില്ലാതെ തന്നെ നമുക്കത് പറയുവാനും കഴിയും. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തെ വേണമെങ്കിൽ ചതുർത്ഥം എന്ന് വിളിക്കാം. കാരണം ദൈവം വചനമായിരുന്നു. പുത്രനായിരുന്നു. ഈ ലോകത്ത് പുത്രൻ്റെ വേഷത്തിൽ വരുവാനിടയായി. ഇന്ന് പരിശുദ്ധാത്മാവായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാം ദൈവം തന്നെയാണത് ചെയ്യുന്നത് എന്നുള്ള സത്യം. ഇപ്പോൾ ഒരു സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ വെളിച്ചവും അതിൻ്റെ പ്രകാശവും കൊണ്ട് ഇന്ന് ലോകം പ്രത്യേകമായ നിലയിൽ ചലിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെയും ശാന്തവനത്തിൻ്റെയും
സൗഖ്യദായക ശക്തിയുടെയും ആശ്വസിപ്പിക്കലിൻ്റെയും ഒരു തലോടൽ തലോടൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നു. പ്രിയ ദൈവമക്കളെ, അതിനെ തൃത്വമെന്നോ ചതുർത്ഥമെന്നോ അല്ലെ വേറെ എന്തെങ്കിലും പറഞ്ഞാലും ദൈവം ദൈവമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാറ്റിനും ഈ ഫോൺ മാത്രം തന്നെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കെപ്പോൾ വിളിച്ച് ചോദിച്ചാലും പുറത്ത് ഇതിനെ കിളച്ച് കളയാതെ, പന്നികളുടെ മുൻപിൽ മുത്തുക്കളയിട്ട് കൊടുക്കാതെ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാം, അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ. ഒരു വിത്തിൽ തന്നെയും 3 ഘടകങ്ങളുണ്ട്: അകംതോട്, പുറംതോട്, വിത്ത്. ഒരു ആറ്റത്തിൽ നമുക്ക് അത് കാണാം. ന്യൂക്ലിയർ 3 ഘടകങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോഴാണ് ഒരു ആറ്റമായി രൂപാന്തരപ്പെടുന്നത്. പ്രിയ സഹോദരങ്ങളെ, വചനത്തെ വെറുതെ നിലകളിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ രക്ഷയുടെ മാർഗം എന്താണെന്ന് അറിഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, യേശു വീണ്ടും വരുമെന്ന് വിശ്വസിക്കുവാൻ, ആ വരവിങ്കൽ നമ്മൾ എടുത്തുകൊള്ളപ്പെടണം എന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ സൂക്ഷിച്ചുകൊണ്ട് പോയാൽ ഒരു ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന ആ പദത്തിന് അർത്ഥമുണ്ടാകുന്നു. അല്ലാതെ ആവശ്യമില്ലാതെ ചിന്തകൾ കൂട്ടുന്നത് നല്ലതല്ലെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിലും യേശു ദൈവമാണോ എന്നുള്ള വിഷയത്തെക്കുറിച്ചും ചിന്തിക്കാം. ആമേൻ. സർവവല്ലഭനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ പഠിപ്പിച്ച വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ വിഷയങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഇട്ട് ചവിട്ടി മെതിക്കാതെ അത് പഠിപ്പിക്കുക മാത്രം ചെയ്യുവാനും, അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ മൗനമായിരിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. കർത്താവ് 3 ദൈവമല്ലെന്നും കർത്താവ് എല്ലാമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ആ ഏക ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കൃപ തരണമേ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.